അസ്സലാമലൈക്കും. ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന കമ്മ്യൂണിറ്റി. ഇതിനകത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. എവിടെയെല്ലാം ആയിക്കഴിഞ്ഞാലും കോട്ടി കളിക്കൽ പിള്ളേരെല്ലാം പരിചയപ്പെട്ടു. സെയ്ഫ്, ഇസ്ലാം, അബ്ദുള്ള, ബാക്കിയുള്ള രണ്ടാൾക്കാരെ പേര് പറഞ്ഞു. ഇവിടെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം ഒരു ഹമാം. റൂമിൽ ഹീറ്റർ വർക്ക് ചെയ്യാത്ത കാരണം ഞാനിങ്ങനെ അത് തപ്പി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്തൊന്നും കാണുന്നില്ല. പിന്നെ ആരും ഇംഗ്ലീഷ് സംസാരിക്കില്ല. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിലല്ലോ ഇംഗ്ലീഷ് അറിയുന്നത്. അതുപോലെ ഇവിടെ പരിപാടി ഇംഗ്ലീഷ് ഇല്ല. നോക്കട്ടെ. ലോക്കൽ ട്രാൻസ്പോർട്ടെല്ലാം കാണാൻ നല്ല രസമാണ്. ഫുള്ള് മറ്റേ 10 കൊല്ലം ബാക്കോട്ടുള്ള ഒരു സീനാണ്. എനിവേ ക്ലൈമറ്റ് പൊളി. അതാണ് ലോക്കൽ ട്രാൻസ്പോർട്ട്. പിന്നെ ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് ഓറഞ്ച്. ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. സോ വി ആർ ഡൗൺ ഹിയർ ഇൻ സെത്തിഫ് ടൗൺ എക്സ്പ്ലോറിങ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ ഉള്ള രീതിയിലുള്ള. നമുക്ക് സിമ്മ് വാങ്ങിക്കാൻ പോകാം. ഡേ 2 ഓഫ് എക്സ്പ്ലോറിങ് അൾജീരിയ. ഈ റോഡിൻ്റെ ഇടയിലല്ലോ ഒരു ഓറഞ്ച് ഉണ്ട്, ഒരു വൈൽഡ് ഓറഞ്ച്. കാണിച്ചു തരാം. നല്ല വൈൽഡ് ഓറഞ്ചാണ്, പക്ഷേ വൈൽഡ് ഓറഞ്ചാണ്. നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഡേ 2 സിം എടുക്കാൻ പോയത്. നാട്ടിലെ 800 റുപ്യക്ക് 60 GB അങ്ങനെല്ലാം ആയിട്ട് സിം കിട്ടും. ഇതാണ് റോഡിൻ്റെ നടുക്കുള്ള ഓറഞ്ച് മരം. പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകാൻ വെറും എത്രയാ, 2 റുപ്യ 5 റുപ്യ അത്രയേ ഉള്ളൂ. ഷട്ടിൽ സർവീസ് പോലെ ഓരോ ജംഗ്ഷനിൽ ജംഗ്ഷനിലേക്ക് അങ്ങനെ പോവാം. പിന്നെ റൂമിലെ ഹീറ്റർ വർക്ക് ചെയ്യാത്ത കാരണം ഹമാമിൻ്റെ സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോയത്. ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ്, ഒരു രക്ഷയില്ല. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് കാണിച്ചാൽ മനസ്സിലാവും കുറച്ച്. കോയിൻസ് കാണണം, കോയിൻസ്. ഇതാണ് കോയിൻസ്. ഏറ്റവും ചെറിയ കോയിൻസ് ഇല്ല, ഒരു 250 അല്ല ഉണ്ട്. $200 കോയിനുണ്ട. പിന്നെ പൈസ പറയുന്നതിൽ ഭയങ്കര ഡിഫറെൻ്റാണ്. 1000 മില്യൺ എന്നാണ് പറയാം. അപ്പോൾ അവിടെ തന്നെ അങ്ങനെ സക്സസ്ഫുള്ളി സിം കാർഡ് എടുത്തിട്ടുണ്ട്. ഒരു 100 റംസിന് 3 മാസത്തേക്ക് 150 GB പാക്കേജ്. കോളിംഗ് ഒന്നുമില്ല, പക്ഷേ സംഭവം റെഡിയായി. ഇവിടെ അടുത്തുള്ളൊരു മോളാണത്. ലോക്കൽ ബസ്സിന് വെയിറ്റ് ചെയ്താണ്. പൂച്ച കുറേ സമയം ഒളിച്ച് നിന്നിട്ട് ആ പ്രാവിനെ പിടിക്കണ്ടിട്ട് നോക്കുന്നു. നടക്കുന്നില്ല, നടപടിയാവുന്നില്ല.
ബസ്സിന് കാത്തിക്കുന്നവരെ ഈ പൂച്ചനെ നോക്കിയേക്കാൻ നല്ല രസം. കിട്ടുമോ ഇല്ലേ കിട്ടുമെന്ന് തോന്നുന്നില്ല. പൊട്ടൻ കാത്ത് മണ്ടൻ പൂച്ച. ഇവിടെ എല്ലാവരും പൂച്ചപ്രേമികളെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 1.5 അമ്മാമ് കഴിഞ്ഞ് ദുബായിൽ നിന്ന് മറ്റേ സോനയും ജക്കൂസിയെല്ലാം എടുക്കുന്ന പോലെ ഇതെല്ലാം കൂടിയിട്ട് ഒരു സ്ഥലത്ത് സോന അവിടെ തന്നെ കുളിയും എല്ലാവരും മറ്റേ മൊറോക്കൻ പാത്രത്തിൽ എടുത്തവർക്ക് അറിയാം, മറ്റേ ഉരച്ച് കഴിവ്. അങ്ങനെ ഉരച്ച് എല്ലാവരും അവരവരെ തന്നെ ചെയ്യുക, കുളിക്കുക, കിടക്കാൻ സ്ഥലമുണ്ട്, വിസ്കരിക്കാൻ സ്ഥലമുണ്ട്. ഏകദേശം 25 ദിനാറ് ഏകദേശം 4 റംസ് 100 റുപ്യക്ക് കുളിക്കാനുള്ള. നാട്ടിൽ ഇതുപോലത്തെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കുളിച്ച് നടക്കുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റർ വർക്ക് ചെയ്യാത്ത നമ്മളായിട്ട്, അല്ലെങ്കിൽ ആൾക്കാരധികം ചൂസ് ചെയ്യുന്ന ഇതാണ്. സോനയും ഇതൊക്കെ ഒരുമിച്ച് നല്ല രീതിയിൽ കിട്ടും. ഇവർക്ക് ചൂട് സഹിക്കുന്നതിന് അങ്ങനെ വലിയ കണക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൂടങ്ങനെ പറ്റുന്നില്ല. തണുപ്പ് വന്നിട്ട് തണുപ്പ് കുഴപ്പമൊന്നുമില്ല. ഈ ചൂടുവെള്ളം ഇടുന്നേരം എത്രയാ ചൂടുവെള്ളം ഇടുന്നു. എന്തായാലും ഫീലിംഗ് ഗുഡ്, ഫ്രഷായി. നേരത്തെ നിന്നൊക്കെയാണ് ഫ്രഷായ. ഏതാ കുളി? നമ്മുടെ നാട്ടിൽ പുഴക്കല് കൂട്ടത്തോടെ പോകില്ലേ, അതെല്ലാം പോലെ ഫുൾ ഫണ്ണ് ഇടാം. ಖುಷಿ തന്നെ. നോമ്പിന് ഇതധികം ചെയ്യുന്നേരം ഉള്ളിൽ നിന്ന് തലകറങ്ങുന്ന പോലെ ഉണ്ടേനും. ഞാൻ പിന്നെ കുറച്ച് തണുത്തോളത്തിൻ്റെ ആളാണ്. നേരെ തണുത്തോളം ഓപ്ഷനുണ്ട്, അതും എടുത്തിട്ട് ഒന്ന് ജിൽജിൽനായി. അടിപൊളി പരിപാടിയാണ്. എല്ലാം ആരാംശമാണ്. ഞാനിങ്ങനെ തുള്ളിച്ചാടിയിട്ടെല്ലാം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പറയാം, എല്ലാം ആടെ ഇരുന്നോ, കുറച്ച് സമയം കിടന്നോ. വാട്ട് എ പീസ്ഫുൾ ഡേ. ഇൻഷാ അല്ലാഹ് അടുത്ത എൻ്റർടൈൻമെൻറ്റ് ഗ്രിൽ ചിക്കൻ വാങ്ങിക്കലാണ്. നോക്കട്ടെ എന്താ അവസ്ഥ. ഗ്രില്ല് വാങ്ങിച്ച് അന്നേരമാണ് വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ കണ്ടതിൽ കാണാൻ പോലത്തെ കുറേ ഐറ്റംസ്. കൂടി പറയുന്നത് വേറൊരു ഐറ്റം. ഇത് നെയ്ബേഴ്സ് ഇതായിട്ടുള്ള ഒറ്റൊരു നെയ്ബേഴ്സ് ആയിട്ട് നടത്തുന്ന ഇത് നമ്മളെ ഗ്രില്ലിനെ പോലെ തന്നെ ചെറിയ കനൽ വെച്ചിട്ട് ചുടുന്ന വേറൊരു സീൻ കൂടി. കനൽ വെച്ചിട്ട് ചുടുന്നത് മഴ ചെറുങ്ങനെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം പുരപിടിക്കാൻ പോവുകയാണ്. ഒരു ഫുഡിന് കറക്റ്റ് ടേസ്റ്റ് അറിയണമെങ്കിൽ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ നല്ല വിശപ്പുണ്ട്, നല്ല ഫുഡും ഉണ്ട്. മിക്കവാറും വീഡിയോ വരാൻ ചാൻസ് ഇല്ല. ആക്രാന്തം മൂത്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ തോന്നില്ല.